യുഎസിനെതിരായ ഹൂതികളുടെ തിരിച്ചടി തുടരുന്നു. യമനിലെ വിമത ഗ്രൂപ്പായ ഹൂതികൾ അമേരിക്കയുടെ മറ്റൊരു MQ-9 റീപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടു. പുതുവർഷ ദിനത്തിലായിരുന്നു ഹൂതികളുടെ ആക്രമണം. ഡ്രോണുകൾ ഹൂതികൾ തുടർച്ചയായി വെടിവെച്ചിടുന്നത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് MQ-9 റീപ്പർ ഡ്രോണുകൾ. ഏകദേശം $32 മില്യൺ ഇതിന്റെ വില. ഹൂതികൾ വെടിവെച്ചിടുന്ന 14ാമത്തെ ഡ്രോണാണിത്. യുഎസിന്റെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള ആശങ്കകളും ഈ സംഭവങ്ങൾ ഉയർത്തുന്നുണ്ട്. നിരീക്ഷണത്തിനും പ്രതിരോധത്തിനുമായാണ് ഈ ഡ്രോണുകൾ യുഎസ് ഉപയോഗിക്കുന്നത്. UAV-കൾ ഇന്റലിജൻസ് ദൗത്യങ്ങൾക്കായാണ് യുഎസ് പതിവായി വിന്യസിക്കാറുള്ളത്. ഈ ഡ്രോണുകളെയാണ് ഹൂതികൾ തുടർച്ചയായി വെടിവെച്ചിടുന്നത്. 2014-ൽ യമനിലെ സന പിടിച്ചെടുത്ത ശേഷമാണ് യുഎസിന്റെ ഡ്രോണുകൾ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം നടത്തുന്നത്. അമേരിക്കയെയും ഇസ്രയേലിനെയും വെള്ളം കുടിപ്പിക്കുകയാണ് യമനിലെ ഹൂതികൾ. ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോണിനെ വെടിവെച്ചിട്ടതായി ഹൂതികൾ അവകാശപ്പെട്ടത്. ബൈദയിലേക്ക് പറക്കുകയായിരുന്ന ഡ്രോണിനെയാണ് വെടിവെച്ചിട്ടത്. സനയ്ക്കും ഏദനുമിടയിലായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത്. പ്രാദേശികമായി നിർമ്മിച്ച സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിച്ചാണ് ഡ്രോൺ തകർത്തതെന്നാണ് ഹൂതി വക്താവ് അവകാശപ്പെട്ടത്. ആക്രമണത്തിന്റെ വീഡിയോയും ഹൂതികൾ പുറത്തുവിട്ടു. അതിനിടെ ഹൂതികൾ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇസ്രയേലിനെ ഞെട്ടിച്ചിരിക്കുന്നു. ഇന്ത്യ, റഷ്യ, ചൈന, US എന്നിവയാണ് ഈ സാങ്കേതിക നേട്ടം കൈവരിച്ച രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായ സാങ്കേതികവിദ്യയാണ് ഹൂതികൾ സ്വന്തമാക്കിയത്. 2024 സെപ്റ്റംബർ 16-നാണ് ഹൂതികൾ ഇസ്രയേലിൽ ആക്രമണം നടത്തിയത്. അയൺ ഡോം പോലുള്ള ലോകത്തിലെ അതിനൂതന പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞാണ് ഹൂതികളുടെ മിസൈൽ ഇസ്രയേലിൽ പതിച്ചത്. 11 മിനിറ്റുകൾ കൊണ്ട് 2040 കിലോമീറ്റർ താണ്ടിയാണ് ഈ മിസൈൽ ഇസ്രയേലിലെത്തിയത്. ടെല്ലവീവിന് സമീപത്തെ സൈനിക കേന്ദ്രമായ ജാഫ മേഖലയിലാണ് ഹൂതികൾ ലക്ഷ്യമിട്ടത്. 20 ഇന്റർസെപ്റ്ററുകൾ മറികടന്നാണ് പലസ്തീൻ 2 എന്ന പേരിട്ടിരിക്കുന്ന മിസൈൽ ഇസ്രയേലിൽ പതിച്ചത്. ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേലിൽ പതിച്ചത് ആ രാജ്യത്തിന് വലിയ നാണക്കേടായി. ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിമിതി കൂടി വെളിപ്പെടുത്തിയതായിരുന്നു ഈ ആക്രമണം. കൃത്യമായ സ്ഥലത്താണ് മിസൈൽ പതിച്ചതെന്നും ഇസ്രയേലിന്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കാൻ സാധിച്ചെന്നുമാണ് ഹൂതി വക്താവ് യഹ്യ സാരി പറഞ്ഞത്. എന്നാൽ ഹൂതികൾ തൊടുത്തുവിട്ടത് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആയിരിക്കില്ലെന്ന സംശയവും പലരും ഉയർത്തി. പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഹൂതികൾ വീണ്ടും ഹൈപ്പർസോണിക് മിസൈൽ ഇസ്രയേലിന് നേരെ പ്രയോഗിച്ചു. ഇത് ഭാഗികമായി പ്രതിരോധിക്കാൻ ഇസ്രയേൽ സൈന്യത്തിന് സാധിച്ചു. എന്നാൽ മിസൈലിന്റെ ഭാഗം പതിച്ച് ടെല്ലവീവിലെ ഒരു സ്കൂൾ കെട്ടിടം തകരുകയും പ്രദേശത്ത് തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇസ്രയേൽ സൈന്യം യമന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. പിറ്റേ ദിവസം രാത്രി വീണ്ടും ഹൂതികൾ ഹൈപ്പർസോണിക് മിസൈൽ ഇസ്രയേലിന് നേരെ തൊടുത്തു. അയൺ ഡോം പോലുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും തകർത്ത ആക്രമണത്തിൽ 16 പേർക്ക് പരിക്കേറ്റു. ഡിസംബർ 20-ലെ ഈ ആക്രമണത്തോടെയാണ് ഹൂതികൾ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന സംശയം ബലപ്പെട്ടത്. പലസ്തീൻ 2 എന്നാണ് ഈ മിസൈലിന് നൽകിയ പേര്. ശബ്ദത്തേക്കാൾ 16 ഇരട്ടി വേഗതയിൽ ഇതിന് സഞ്ചരിക്കാനാകുമെന്നും ഇതിന്റെ ദൂരപരിധി 2150 കിലോമീറ്റർ ആണെന്നുമാണ് ഹൂതികൾ പറയുന്നത്.